ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നട്ടപ്പാതിരാക്കൊക്കെ നീച്ചങ്ങാണ്ട് ഒരു കാറ്ററിംഗ് വർക്ക് ഉണ്ട്. അപ്പം 150 ഗ്ലാസ് പാലട പായസം. അപ്പോൾ ഒരു 8 മണിയാകുമ്പോൾ ചൂടാറിയിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനൊരു 4 മണിക്ക് എണീറ്റു. അടുപ്പും വിറകൊക്കെ രാത്രി തന്നെ സെറ്റാക്കിയിട്ടാണ് ഞാൻ കിടന്നത്. അപ്പം അട വേവിച്ചുള്ള വെള്ളമൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിക്കണം. അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചങ്ങാണ്ട് അകത്ത് വന്ന് നോക്കിയപ്പം നമ്മളെ ദോശക്കുള്ള മാവൊക്കെ ആകെ പൊങ്ങി പുറത്ത് ചാടിയിരിക്കണം. അങ്ങനെ അതൊക്കെ അവിടെ വേറെ പാത്രത്തിലൊക്കെ മാറ്റി അവിടെ വെച്ചു. അപ്പോൾ അതിന് വെള്ളമൊക്കെ തിളച്ചിട്ടോ. അപ്പം ഇനി നമുക്ക് അടയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ കൂടെ രാവിലെ 4 മണിക്ക് വാവ എണീറ്റിക്കണം കേട്ടോ. കാരണം ആരെങ്കിലും ഒരാളില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയൂലല്ലോ. അപ്പോൾ അവനെ വിളിച്ച പാടന്നെ വേഗം എണീറ്റു. അപ്പോൾ ഓനുണ്ട് അവിടെ വീഡിയോ എടുക്കാനും അവിടെ എൻ്റെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഓനുണ്ട്. അപ്പം 150 ഗ്ലാസ് പായസത്തേക്ക് 1.5 കിലോ അടയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 1.5 കിലോന് അടയൊക്കെ പൊട്ടിച്ചേക്ക് ഇട്ടുകൊടുത്തു. ഇനി നമുക്ക് ആ അടുപ്പത്തുനിന്ന് നമ്മളെ കല ഉണ്ടല്ലോ കുടുക്ക, അതിങ്ങോട്ട് പുറത്തേക്ക് മാറ്റി വെക്കണം. അതങ്ങനെ തിളച്ച് മറിയാൻ പറ്റൂല. തിളച്ച വെള്ളത്തേക്ക് ഇട്ടുകൊടുത്താൽ നമുക്ക് ഗ്യാസൊക്കെ ആണെങ്കിൽ ഓഫ് ചെയ്യണം. ഇത് അടുപ്പായതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി വെക്കുകയാണ്. അപ്പം ഞാനൊരു 200 അട അധികം ഇട്ടിക്കണം. കാരണം നമുക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ മക്കൾക്ക് കൊടുക്കാനും മറ്റേത് 150 ഗ്ലാസ് കറക്റ്റ് ആയിക്കാരം. അങ്ങനെ അതവിടെ കടന്നുങ്ങാണ്ട് ഒരു 3/4 മണിക്കൂർ അതിൽ കിടക്കണം. അപ്പോൾ ഇതിന് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഓനും കൊടുത്ത് ഞാനും കുടിക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായ ഒക്കെ കുടിച്ചാൽ നമുക്കൊരു ഉഷാറുണ്ടാവുമല്ലോ. ഉറക്കത്തിന് എണീറ്റ് അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇത് പുളിഞ്ചി കേട്ടോ, തലേന്ന് രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം ഇന്ന് പായസം അതേപോലെ ബിരിയാണി അങ്ങനെ കുറച്ചധികം ഓർഡർ ഉണ്ട്. അപ്പോൾ ഞാൻ 2-3 വീഡിയോ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. 2 വീഡിയോ ആയിട്ട്. കാരണം ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ ഏതാണെന്ന് അറിയില്ല, നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബിരിയാണിൻ്റെ വീഡിയോ, ബീഫൊക്കെ വേവിക്കാതെ വെക്കുന്ന ബിരിയാണിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ഇതിൽ കാണിക്കാം. പായസത്തിൻ്റെ റെസിപ്പി മാത്രം നോക്കി ഉണ്ടാക്കുന്നവർക്ക് ഈ റെസിപ്പി മാത്രം ഇടണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ചെമ്പൊക്കെ അടി കട്ടിയുള്ള ചെമ്പാണ് കേട്ടോ. അത് അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പം അതിക്ക് ക്യാരമൽ ചെയ്യാൻ ഒരു 500 പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പം നമ്മളെ പാലട ക്യാരമൽ ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുക. ഒക്കെപ്പാടെ ഒറ്റ വീഡിയോയിലാക്കിയാൽ എന്താ പറയുക, നമുക്ക് അത് ഫുള്ള് ഭയങ്കര ലെങ്ത്തായി പോവും. അപ്പം അതുകൊണ്ട് ഒരു വീഡിയോ ഇതും ഒരു വീഡിയോ മറ്റേതും ആക്കിക്കൊണ്ട് അങ്ങനെ വരാം കേട്ടോ. അങ്ങനെ പഞ്ചസാരയൊക്കെ അവിടെ അതിൽ ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ ചെറിയ തീയിലിങ്ങനെ ക്യാരമലായി വരട്ടെ. അപ്പോൾ ഇതിന് ഞാൻ പാലൊക്കെ പാക്കറ്റ് പാലാട്ടോ കൊണ്ടുവന്ന് വെച്ചത്. കാരണം മറ്റേ പാലാവുമ്പോൾ നമുക്ക് ഇത്ര രാവിലെ കിട്ടൂല. പിന്നെ ഈ പാക്കറ്റ് പാലാവുമ്പോൾ നമുക്ക് വിശ്വസിച്ചിങ്ങാണ്ട്, ഈ ഗുഡ് ലൈഫിൻ്റെ പാലാകുമ്പോൾ വിശ്വസിച്ചിങ്ങാണ്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. മറ്റേത് ഒന്ന് പോയാൽ ഒക്കെ മൊത്തം നാശമാവും. ഇതാവുമ്പോൾ ആ പ്രശ്നമല്ല. അപ്പോൾ ധൈര്യമായിട്ട് പായസം ഉണ്ടാക്കിയ പറ്റിയ പാലിതാണ്. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി ഇങ്ങനെ ക്യാരമലായി വരണട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകാൻ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ക്യാരമലായപ്പോൾ ഞാൻ 1/2 ലിറ്റർ വെള്ളം ഇത് ഒഴിച്ചു കൊടുത്തു, ചുടുവെള്ളം. ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പഞ്ചസാര കല്ല് പോലെ ആവും. അപ്പോൾ അത് നല്ലോണം മെൽറ്റായി വന്നിട്ട് വേണം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാൻ. അപ്പോൾ പാലൊക്കെ ഞാൻ കീസിന്ന് ചെമ്പട്ടിക്ക് മാറ്റിയേക്കണം. അപ്പോൾ ഇനി ഓരോന്നിങ്ങനെ പൊട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഈ 150 ഗ്ലാസ് പായസത്തേക്ക് 15 ലിറ്റർ പാല് വേണം കേട്ടോ. അപ്പം 100 അടക്ക് 1 ലിറ്റർ പാല്. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 200 അട അധികം ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള പാല് ഞാൻ എടുത്തിക്കണ്. അപ്പം 150 ഗ്ലാസ്ക്ക് 15 ലിറ്റർ പാല് മറക്കണ്ട കേട്ടോ. ഇങ്ങനെ അധികമൊക്കെ പായസം ഉണ്ടാക്കാൻ വിചാരിച്ചവർക്ക് ഇതൊരു ഉപകാരമാവും കേട്ടോ. അപ്പം 150 ഗ്ലാസ് പായസം കറക്റ്റ് ആയിക്കാരം. ഇത് അളക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ പിന്നെ അളന്ന് കൊടുത്തിക്കണം. കാരണം നമ്മൾ ഒരു 200 അട അധികം ഇട്ടിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ 150 ഗ്ലാസ് പായസം അളന്നിട്ടാണ് കൊടുത്തത്. പിന്നെ പഞ്ചസാര നമ്മൾ ഇടക്ക് ഇങ്ങനെ ഒക്കെപ്പാടെ പഞ്ചസാര ഫുള്ളായിട്ട് ഒപ്പിട്ട് കൊടുക്കരുത്. ഇടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം അത് മെൽറ്റ് ആകുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് പിന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു 4 കിലോ പഞ്ചസാര അതൊക്കെ വന്നിക്കണം. അങ്ങനെ പായസം അവിടെ ഇളക്കാൻ വാവനെ ഏൽപ്പിച്ചിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ അട 3/4 മണിക്കൂർ അയക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം പച്ച വെള്ളം ഒഴിച്ചങ്ങാണ്ട് അത് കഴുകിയിട്ട് ഊറ്റിയെടുക്കണം. 2-3 പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ പാലൊക്കെ തിളക്കാനയക്കണ്, തിളച്ചിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ ഊറ്റി വെച്ച അട ഇട്ട് കൊടുത്തു.
എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം മിക്സിംഗ് ആണ് നല്ലോണം മെയിനായിട്ട് വേണ്ടത്. കൈയെടുക്കാതെ ഇളക്കിങ്ങാണ്ട് ഇങ്ങോട്ട് കുറുക്കിയെടുക്കണം. അപ്പം പാലടക്ക് നല്ല പണിയാണ്. അപ്പം അങ്ങനെ അടി പിടിക്കാതെ നല്ലോണം, ഇത് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടേ നമുക്ക് അങ്ങനെ അടി പിടിക്കണ പ്രശ്നമൊന്നും വരില്ല. എന്നാലും ഇളക്കിക്കൊണ്ടേ നിൽക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും പണിക്ക് പോകുമ്പോൾ ഞാൻ വാവനെ ഏൽപ്പിച്ചു. അപ്പോൾ വാവ ഇളക്കും. അങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കുക. പിന്നെ അതൊക്കെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ടോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തേക്കണം. അപ്പം അങ്ങനെ നമ്മൾ അടയൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പം ചിന്താനയക്കാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. കുറച്ച് വലിയ പാത്രം നമ്മൾ എടുക്കണം. അപ്പം ഞങ്ങൾ ഇളക്കി കുറുക്കി ഇപ്പം നേരം വെളുത്തുട്ടോ. അപ്പം 4 മണിക്ക് എണീറ്റിട്ട് 7 വരെ ഈ പായസത്തിൻ്റെ പിന്നാലെയാണ് കേട്ടോ. പിന്നെ ഞാനേക്ക് ഇത് കുറുകാനായി തുടങ്ങിയിരിക്കണം. മിൽക്ക് മേഡ് 400 ഗ്രാമിൻ്റെ മിൽക്ക് മേഡിൻ്റെ ടിന്ന്. ഇത് വേണമെന്നില്ല, പിന്നെ പുറത്തേക്ക് കൊടുക്കാനാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മിൽക്ക് മേഡൊക്കെ ഒഴിച്ച് കൊടുത്തിക്കണം. ഇത് ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും പാലട അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ആ ടിന്ന് ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തു. പിന്നെ നമ്മൾ ഒരു ബട്ടർ 100 ഗ്രാമിൻ്റെ ഒരു ബട്ടർ അതും ഇട്ടുകൊടുത്തു. ഇത് വറവിടെ ഒന്നും വേണ്ട കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും തൂമിച്ചൊഴിക്കൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ മതിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് 1 സ്പൂൺ ഇട്ട് കൊടുത്തേക്കണം. അപ്പം ഈ കുറുക്കം മതി കേട്ടോ. ചൂടാറി വരുമ്പം പായസം നല്ലോണം കുറുകി വരും. അപ്പോൾ ഈ ചെമ്പ് ഇറക്കി വെക്കാൻ ആൾ വേണം കേട്ടോ. അപ്പോൾ നാളിപ്പാക്ക് ഇവിടെ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ, കനലൊക്കെ നല്ലോണം ഇങ്ങോട്ട് തുഴഞ്ഞിങ്ങോട്ട് പുറത്തേക്ക് ആക്കിങ്ങാണ്ട് അങ്ങനെ അടുപ്പത്ത് തന്നെ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. കാരണം നല്ല വെയിറ്റ് ഉണ്ട് ഈ ചെമ്പിനിക്കും വാവക്കും തന്നെ പിടിച്ചാൽ കഴിയൂല. അപ്പോൾ നാളിപ്പാക്ക വന്നിട്ട് വേണം അത് പുറത്തേക്ക് ഇറക്കി വെക്കാൻ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി നമുക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ പേരായിട്ടുള്ളൂ. അപ്പം 8 മണിക്കാണ് ഓല് വരിക. അപ്പോൾ ആ സമയം കൊണ്ട് കുറുക്കും ചെയ്യും. അപ്പോൾ തന്നെ എനിക്കൊരു കേക്കും കൊടുക്കാണ്ട്. ആ കേക്കൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ വാവനോട് ഇളക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ബീറ്ററിൽ വന്നുങ്ങാണ്ട് അതൊക്കെ സ്റ്റാൻഡ് ബീറ്ററിലൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിരിക്കണം. കാരണം ഒക്കെപ്പാടെ വീഡിയോയിലാണെങ്കിൽ നമ്മളിത് കണ്ടാൽ നിങ്ങൾ തന്നെ നിട്ടും. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് അത്യാവശ്യം ചൂടാറി കുറച്ചൊക്കെ കുറുകി നല്ലോണം, കുറച്ചല്ല നല്ലോണം തന്നെ കുറുകി വന്നിക്കണം കേട്ടോ. അപ്പം ഞാൻ അളന്നുങ്ങാണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് പിന്നെ നമ്മളെ അതിലും കൊള്ളാതായിട്ട് ചെമ്പൊക്കെ മാറ്റിട്ടോ. ഇപ്പം ഞാൻ ആ ബിരിയാണി ചെമ്പൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പായസ ഗ്ലാസ്സൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഓല് വരുന്നുണ്ട്. ഇഞ്ഞോല് വന്ന് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ കുറുകലും കാര്യങ്ങളൊക്കെ കണ്ടോ. നല്ല അടിപൊളി പായസമാണ്. അപ്പം ഈ അട ഉണ്ടാക്കാൻ ഒരു പേടിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഇളക്കണൊരു വിഷയമുള്ളൂ. നല്ലോണം കുറുക്കിയെടുക്കുക. അതേപോലെ പാലും തന്നെ ഈ പാല് വാങ്ങി നമുക്ക് പേടിക്കണ്ട. അല്ലെങ്കിൽ പിന്നെ പാൽപ്പൊടി ആവണം. അപ്പം നമ്മൾ അടിപൊളി പാലട പായസം കണ്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിങ്ങാണ്ട് ക്ലാസ്സിലെടുത്തതാട്ടോ. പാകത്തെ കുറുകലിലൊക്കെ ആയി വന്നിക്കണം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ബിരിയാണിക്കും മന്തിക്കൊക്കെ ഓർഡർ ഉണ്ട്. അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെ അത് രാത്രി തന്നെ തൊലി കളഞ്ഞ് സെറ്റാക്കി വെച്ചിക്കണം. അപ്പം നമ്മളെ കേക്കൊക്കെയുള്ള ക്രീം അവിടെ ബീറ്റ് ചെയ്യാൻ വെച്ചിക്കണം. അതിൻ്റെ ഇടയിൽ ദോശ ചുട്ടെടുക്കണുണ്ട്. അപ്പം മക്കൾക്ക് ചായയും കടിയൊക്കെ കൊടുക്കണമല്ലോ. അപ്പം കറി പിന്നെ തലേനത്ത് കുറച്ച് ബാലൻസ് ഉണ്ടായിന് കേട്ടോ. അപ്പം അത് മതി. ദോശയും ചായ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം എന്താ പറയുക, ഹറി ബറിയുള്ള ദിവസമാണ് ഇന്ന്. എന്താ പറയുക, ഉറക്കമില്ലാത്ത ദിവസമാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്ക് 6 മണിക്ക് ചോറ് കൊടുക്കണം. അത് ഉച്ചക്ക് തന്നെ നമുക്ക് സെറ്റാക്കണമല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറും കൂട്ടാനും അതും ഉണ്ടാക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.